ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പുതിയാപ്പ ഹാർബറിലേക്കാണ്. എൻ്റെ കൂടെ ഉള്ളത് പാറുവാണ്. പാറുവിൻ്റെ എക്സാമും കഴിഞ്ഞ് ഞാനും പാറുവും കൂടെ നേരെ വെച്ച് പിടിച്ചു പുതിയാപ്പ ഹാർബറിലേക്ക്. ബോട്ട് നിറയെ പിടയ്ക്കണ മീനും അത് ഓടിപ്പോയി വാരിയെടുക്കുന്ന ഞാനും പാറുവും, അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളുമായിട്ടാണ് ഞാനും പാറുവും കൂടെ ഇന്ന് ഹാർബറിലേക്ക് നേരെ ഈ വെയിലും കൊണ്ട് വെച്ച് പിടിച്ചത്. ഞങ്ങൾ നേരെ ചെന്ന് വണ്ടിയൊക്കെ ഒരു തണലിലേക്ക് വെച്ചതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. നല്ല രസമാണ് കേട്ടോ കാണാൻ, പറയാതിരിക്കാൻ വയ്യ. എത്ര ബോട്ടുകളാണോ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോട്ടുകൾക്കിടയിൽ ഞങ്ങളെ ലക്ഷ്യം വെച്ച് നിറയെ മീനുകളുമായി എത്തുന്ന ആ ഒരു ബോട്ടിനെ കാത്ത് ഞാനും പാറും അവിടെ ആകെ തേരാപ്പാര അലഞ്ഞു നടന്നു. പക്ഷേ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. കുറേ സമയം തേരാപ്പാര വെയിലും കൊണ്ട് അലഞ്ഞു തിരിഞ്ഞത് മാത്രം മിച്ചം. പക്ഷെ എന്തായാലും ഇവിടെ വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചു. മാത്രമല്ല കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാമെന്നും കരുതി അതൊക്കെ അങ്ങനെ മുറയ്ക്ക് നടന്നു. അതിനുശേഷം ഞങ്ങൾ മെല്ലെ ഈ ഒരു പോസിന് ശേഷം ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് നേരെ പോയത് അവിടെ മീൻ വിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബോട്ടിൽ നിന്ന് കിട്ടുന്ന മീനുകളെല്ലാം കൂടി ഇവിടെ കുറേ ഏട്ടന്മാർ ഇവിടെ നിന്ന് വിൽക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ വില കിട്ടുമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാനും പാറുവും കൂടെ നേരെ പോയി അങ്ങോട്ടേക്ക്. അവിടെ ചെന്ന് വില ചോദിച്ചപ്പോൾ എൻ്റെ ഈശ്വരാ കണ്ണ് തള്ളിപ്പോയി. അതിലും വില തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണെന്ന് കരുതി ഞങ്ങൾ മീനൊന്നും മേടിച്ചില്ല. പക്ഷേ അവിടെ എല്ലാം നടന്നു കണ്ടു. അപ്പോഴാണ് പാറുവിൻ്റെ ശ്രദ്ധയിൽ ഒരു ചത്ത മീൻ ഒഴുകി വരുന്നത് കണ്ട്. ജീവനുള്ള മീനെയോ കാണാൻ പറ്റിയില്ല, എങ്കിൽ ചത്ത മീനെങ്കിലും കാണാമെന്ന് വിചാരിച്ച് അതിൻ്റെ വീഡിയോസും എടുത്ത് കുറച്ച് നേരം നിന്നപ്പോഴാണ് അപ്പുറത്തെ ഒരു ടീം മുങ്ങാൻ കുഴിയിട്ട് മീനെ പിടിക്കുന്ന കാഴ്ച വീണ്ടും പാറു കണ്ടത്. അതും പോയി ഞങ്ങൾ കണ്ടു. ആ പക്ഷി വെള്ളത്തിലേക്ക് മുങ്ങിയും പോകുന്നു, പിന്നെ ഒരു മീനുമായി പൊങ്ങി വരുന്നു. അങ്ങനത്തെ ആ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് സമയം ഞങ്ങൾ നിന്നു. അതിൻ്റെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല. എനിക്ക് തോന്നുന്നു നീർക്കാക്ക എന്ന് പറയുന്ന സാധനം ഇതാണെന്ന്. ആർക്കറിയാം. പിന്നെ ഞങ്ങൾ മെല്ലെ പോയപ്പോഴാണ് പാറുവിനെ വഴി കിടന്നൊരു ഷെല്ല് കെട്ടി. നോക്കിക്കേ, ഇതാണ് സാധനം. എന്താണ് ഇതിൻ്റെ പേര്? അതും ഞങ്ങൾക്കറിയത്തില്ല. എന്തായാലും കിട്ടിയതല്ലേ, എടുത്തു. അങ്ങനെ പാറു അതെടുത്ത് പോക്കറ്റിലിട്ടു. പിന്നെ ഞങ്ങൾ നേരെ പീലുവിനെ കൂട്ടാൻ സ്കൂളിലേക്കാണ് പോയത് കേട്ടോ. ഇനി പീലുവിൻ്റെ സന്തോഷമാണ് സുഹൃത്തുക്കളെ കാണേണ്ടത്. പാറുവിനെ കാണുമ്പോഴത്തേക്ക് നോക്കിക്കേ, നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. കണ്ടോ, ഓടി വരുന്നുണ്ട്. പാറുവെക്കാന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാറുവിനെ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ പാറുവിനെ പരിചയപ്പെടുത്തുന്നതാണ് ഈ കാണാൻ പോകുന്നത് കേട്ടോ. തുള്ളിത്തുള്ളിയുള്ള പോക്കും പാറുവിനെയുള്ള പരിചയപ്പെടുത്തലും എല്ലാം കൂടി ഫുൾ കോമഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ എത്തിയപ്പോഴാണ് ഇന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യം പീലു പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഓടി നടന്ന ഷോപ്പിലുള്ള എല്ലാവരെയും കാണിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഇരുന്നു. അപ്പോൾ അതാ കിടക്കുന്നു. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതാ കിടപ്പ് തന്നെ. കുറച്ച് നേരം വാശി പിടിച്ച് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടില്ല, കാരണം ആൾക്ക് ചെറിയ രീതിയിലുള്ള ചുമയും ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ട് വാങ്ങിച്ചൊന്നും കൊടുത്തില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീണ്ടും മനോഹരമായിട്ടുള്ളൊരു യാത്ര വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം.